ഈ കേരളത്തിലെ സ്റ്റുഡൻസും ഡൽഹിയിലെ സ്റ്റുഡൻസും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഡൽഹിയിലെ ഫാക്കൽറ്റീസും കേരളത്തിലെ ഫാക്കൽറ്റീസും ഡിഫറെൻ്റ് ആണ്. അവിടെയുള്ള എക്കോസിസ്റ്റത്തിനേക്കാളും 10 മടങ്ങ് നല്ല എക്കോസിസ്റ്റമാണ് കേരളത്തിലുള്ളത്. അവിടെയും ഇവിടെയും ഉള്ള ലെക്ചേഴ്സിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാലിബർ ഉണ്ടെന്ന് നമ്മൾ പറയുന്ന ആൾക്കാർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവളുടെ ഒരു സ്ട്രഗിൾ അതിലായിരുന്നു. അപ്പോൾ അവൾക്ക് ഒരു ആൻസർ എഴുതാനായിട്ട് എഴുതി ഒത്തിരി ടൈം എടുക്കും. കാര്യം കുറേ കണ്ടന്റ് ഉണ്ടേ, ഇതൊക്കെ എഴുതണമല്ലോ. അപ്പോൾ അവസാനം എൻ്റെ ഒരു മെയിൻ എയിം അവസാനം എന്തായി, നോർമൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു കാൻഡിഡേറ്റ്. എനിക്കൊന്ന് മലയാളികളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരാളാണ്. സാർ, അപ്പം പാർട്ട് 1 നമ്മൾ സാറിന്റെ UPSC ജേർണിനെ പറ്റി സംസാരിച്ചു. ഇനി നമുക്ക് സാറിന്റെ ടീച്ചിങ് ആൻഡ് മെന്ററിംഗ് ലൈഫിലോട്ട് കിടക്കാം. സാർ, ഇപ്പം ട്രിവാൻഡ്രത്ത് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഡൽഹിയിൽ പോയി പഠിപ്പിക്കാനും സാറിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സാധാരണ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണും, ഇവിടെ ഡൽഹിയിൽ ഫാക്കൽറ്റി വരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതിനെ നമ്മൾ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് കാണുകയും ചെയ്യുന്നു. അപ്പൊ സാർ ഇൻ റിയാലിറ്റി അവിടെ പോയി പഠിപ്പിക്കുകയും അവിടുത്തെ സ്റ്റുഡൻസിന്റെ അടുത്ത് ഇടപെടുകയും, അപ്പം അവിടുത്തെ ആസ്പിറൻസും ഇവിടുത്തെ ആസ്പിറൻസും അതുപോലെ ഈ ഫാക്കൽറ്റി ഓവർ ഗ്ലോറിഫൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യം? ഗോവിന്ദ്, അതായത് ഈ കേരളത്തിലെ സ്റ്റുഡൻസും ഡൽഹിയിലെ സ്റ്റുഡൻസും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഡൽഹിയിലെ ഫാക്കൽറ്റീസും കേരളത്തിലെ ഫാക്കൽറ്റീസും ഡിഫറെൻ്റ് ആണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ഡൽഹിയിൽ ഞാൻ ആദ്യമായിട്ട് ലെക്ചർ എടുക്കാൻ പോകുമ്പം അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഒരു അപ്രോച്ച് ഭയങ്കര ഡിഫറെൻ്റാണ്. നമ്മുടെ ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മളെ ഒരാൾ പോലെ തന്നെയല്ലേ നമ്മളെ കാണുക. നമ്മളങ്ങനെയാണ് അവരോടും വളരെ ഫ്രണ്ട്ലിയാണ്. എനിക്കൊരു മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അധ്യാപകർ അങ്ങനെ ഫ്രണ്ട്ലി തന്നെയാണ്. അവിടെ പോകുമ്പോൾ ഭയങ്കര ഭയഭക്തി ബഹുമാനമൊക്കെ അവർ കാണിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ലെക്ചർ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് കാല് കണ്ണിത്തിട്ട് വെക്കാനൊക്കെ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പോയപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇവരെന്താ ഇങ്ങനെയെന്ന്, വേറൊരു സ്ഥലത്ത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ് അത്. പക്ഷെ പിന്നെ അത് നമുക്ക് യൂസ് ടു ആയി. അതായത് അവരുടെ ഒരു കൾച്ചറിനകത്തുള്ളൊരു സാധനം കൂടിയാണ്. അപ്പം അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. പിന്നെ ദേ ആർ വെരി റിസെപ്റ്റീവ്. ഈ പഠനത്തിന് ആക്രാന്തമുള്ള ആൾക്കാരാണ് കൂടെ. സാർ, നമ്മൾ പറയുന്ന ഓരോ സാധനങ്ങളും ആർത്തിയോടെ എടുക്കാനായിട്ട് റെഡി ആയിരിക്കുന്ന ഒരു പോപ്പുലേഷൻ അവിടെ ഉണ്ട്. ഹാർഡ് വർക്കിംഗ് ആണ് കുറച്ചും കൂടി. ഇതൊക്കെ അവിടുത്തെ കാര്യങ്ങളാണ്. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ അത്രയൊന്നും ഹാർഡ് വർക്ക് ചെയ്തിൽ തന്നെ അവർക്ക് നല്ല കാലിബറുള്ള പിള്ളേരാണ് നമ്മുടെ ഇവിടെ കേരളത്തിൽ കാണുന്നത്. പിന്നെ അവർ കുറച്ചും കൂടി എന്താണ്, ദേ ആർ കൈൻഡ് ഓഫ് ക്രിട്ടിക്കൽ ടു. അതാണ് സ്റ്റുഡൻസിൻ്റെ ഒരു ഡിഫറൻസ്. പിന്നെ അധ്യാപകരുടെ കാര്യം ഗ്ലോറിഫൈഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ അതൊരു ചിന്ത മാത്രമാണ്. അവിടെയുള്ള എക്കോസിസ്റ്റത്തിനേക്കാളും 10 മടങ്ങ് നല്ല എക്കോസിസ്റ്റമാണ് കേരളത്തിലുള്ളത്. അവിടെയും ഇവിടെയും ഉള്ള ലെക്ചേഴ്സിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ഒരു ലെക്ചർ കൊടുക്കുമ്പോൾ ക്ലാസ്സിൽ കയറാനായിട്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ട്. രാവിലെ ഉറക്കെണ്ണീറ്റ് വന്ന് നിൽക്കണം. ലിവിങ് കോസ്റ്റ് വളരെ വലുതാണ്. അതുപോലെ ഒരു ഫാക്കൽറ്റിയുടെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഒരു അവസരമൊന്നും അവിടെ ഇല്ല. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ മെന്റേഴ്സ് ഉണ്ടെങ്കിൽ മെന്റേഴ്സിനോട് സംസാരിക്കാം, അവരുടെ കൂടെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഡൽഹി പോപ്പുലേഷനെ മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അവിടെ മെന്റർഷിപ്പ് എന്നുള്ള സാധനം നമ്മൾ ഇവിടെ ചെയ്യുന്നതിൻ്റെ, കേരളത്തിൽ ചെയ്യുന്നതിൻ്റെ ഒരു 1/10 അവിടെ ചെയ്യാമെങ്കിൽ, ഡൽഹിയിൽ ചെയ്യാമെങ്കിൽ അവരതിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം അവിടെ ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസ് ആർ കൈൻഡ് ഓഫ് ബ്ലെസ്ഡ് ഇൻ ദീസ് വേസ്. മെന്റർഷിപ്പ് കുറച്ചും കൂടിയൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് റിസൾട്ടിന്റെ കൺവേർഷൻ നോക്കുവാണെങ്കിൽ കേരളത്തിന് ആക്ച്വലി മോശമല്ലാത്തൊരു പെർസെൻറ്റേജ് ഉണ്ട് കൺവേർഷൻ. സാർ, ഇപ്പം മെന്ററിംഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ, സാർ ഇപ്പം മെന്ററിംഗ് തുടങ്ങിയിട്ട് ഒരു 6+ years ആവുന്നുണ്ട്. അപ്പം ഇതില് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് സക്സസ് ആരുടെ? മെമ്മറബിൾ ഇവന്റ്സ് കുറേ ഉണ്ട്. കുറേ ആൾക്കാർക്ക് ഇതുപോലെ മെന്റേഴ്സിനെ, കുറേ മെന്റീസിന് റിസൾട്ട് ആകുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അത് അപർണ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റാണ്. അവൾക്ക് 2 digit റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ she was actually a very good candidate and that was in COVID times. So അപ്പോൾ അന്ന് ഞാൻ ഫേസ് ടു ഫേസ് ആളെ കണ്ടിട്ടില്ല, ഇന്ന് വരെ കണ്ടിട്ടില്ല. പക്ഷെ എല്ലാം നമ്മുടെ വോയിസ് ആണ്, ഫോണിലൂടെയുള്ള സംഭാഷണങ്ങൾ മാത്രമാണ്. കോവിഡിൻ സമയത്ത് ലോക്ക്ഡൗൺ എൻഫോഴ്സ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് എന്തായാലും കാണാൻ പറ്റില്ല, വെളിയിൽ ഇറങ്ങാനൊക്കെ ഇല്ല. ഇൻഫാക്ട് എൻ്റെ മാരേജ് അടക്കം ആ സമയത്ത് നടന്നത്. 25 പേരായിരുന്നു ആ കല്യാണത്തിന് വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്രയും ടൈറ്റ് ആയിട്ടുള്ളൊരു കാലം ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഷീ യൂസ് ടു കോൾ, ഗെറ്റ് അഡ്വൈസ് ആൻഡ് അവളുടെ പേപ്പേഴ്സ് സെൻഡ് ചെയ്യും, ഇവാലുവേഷൻ ഓൺലൈനിൽ ചെയ്ത് അയച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 3-4 മാസം, ഇൻഫാക്ട് ആക്ച്വലി 3.5 മാസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ്. ഒരു വീക്ക്ലി ത്രൈസ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ഇരിക്കാറുണ്ട്. മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന വർക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്ന് അതിൻ്റെ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് വരണം എന്ന് ആഗ്രഹിച്ച് പഠിച്ചൊരാളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് മെന്ററിങ് എക്സ്പീരിയൻസ് വിച്ച് ക്രിയേറ്റഡ് എ റിസൾട്ട് ആക്ച്വലി. ആൻഡ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിക്കാരുടെ സ്പെഷ്യാലിറ്റീസ്, പുള്ളി നന്നായിട്ട് എഴുതുന്ന ഒരു വ്യക്തിയാണ്. പറഞ്ഞാൽ നല്ല എഴുതും.
അപ്പോൾ ഞാൻ ഇപ്പോൾ അടക്കം 2024 ആസ്പിറൻസിനോട് അടക്കം പറയുന്ന അല്ലെങ്കിൽ പറയാറുണ്ട്, എസ് എന്ന് പറയുമ്പോൾ അപർണയുടെ എസ് ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യാറുണ്ട് പേഴ്സണലി. കാര്യം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാൻ കഴിവുള്ളതാണ്. സാർ ഇപ്പം നമ്മൾ സാറിന്റെ മെന്ററിംഗ് എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞപ്പോൾ സ്റ്റുഡൻസിലോട്ട് വരുമ്പോൾ സാർ എല്ലാവരും ഒബ്വിയസ്ലി അപർണകളോ അല്ലെങ്കിൽ കാലിബർ ഉള്ള ആൾക്കാരായിരിക്കത്തില്ല. ചിലർക്ക് ഒരു ആവറേജ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, ചില സാറിന് IIT ആയിരിക്കും. അപ്പോൾ പല സ്റ്റുഡൻസിനും പല അപ്രോച്ചസ് ആണ് വേണ്ടത്. അപ്പം സാറിന്റെ ഒരു രീതിയിൽ ഒരു മെന്റി എന്തൊക്കെ ക്വാളിറ്റീസ് കൊണ്ടുവന്നാലാണ് അത് ഏറ്റവും കൂടുതൽ ആ ഒരു ഗ്യാപ്പ്, ഒരു സിഗ്നിഫിക്കന്റ് ഗ്യാപ്പ് ഉണ്ട് ബാക്കിയുള്ള കോമ്പറ്റീഷനിൽ എഡ്ജ് കൊണ്ടുവരാൻ, അതെന്തൊക്കെയായിരുന്നു? അതായത് ഗോവിന്ദ്, ഇപ്പോൾ നമ്മൾ ഒരാൾ കാലിബർ എന്ന് പറയുമ്പോൾ ഇവർക്കും ഈ കാലിബർ ഉണ്ടെന്ന് നമ്മൾ പറയുന്ന ആൾക്കാർക്കും പ്രശ്നങ്ങളുണ്ട്. ഞാനിപ്പോൾ അപർണയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ ആളുടെ ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അവൾക്ക് ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട്, ഒത്തിരി കണ്ടന്റ് ഉണ്ട്, നല്ല നോളജബിളാണ്. പക്ഷേ നമുക്കൊരു ടൈം ഫ്രെയിമിനകത്ത് എഴുതി തീർക്കണമല്ലോ, അല്ലേ? മീൻസ് ഒരു ടൈം ഫ്രെയിമിനകത്ത് എഴുതി തീർക്കണം. ഓരോ ആൻസറും നമ്മൾ ഇന്ന ടൈം ഫ്രെയിമിനകത്ത് തീർക്കണം. അപ്പോൾ അവളുടെ ഒരു സ്ട്രഗിൾ അതിലായിരുന്നു. അപ്പോൾ അവൾക്കൊരു ആൻസർ എഴുതാനായിട്ട് എഴുതി ഒത്തിരി ടൈം എടുക്കും. കാര്യം കുറേ കണ്ടന്റ് ഉണ്ടേ, ഇതൊക്കെ എഴുതണമല്ലോ. അപ്പോൾ അവസാനം എൻ്റെ ഒരു മെയിൻ എയിം അവസാനം എന്തായി, ഇതെങ്ങനെയും കണ്ടന്റ് കട്ട് ഷോട്ട് ചെയ്യിച്ചിട്ട് പ്രയോറിറ്റൈസ് ചെയ്യിക്കുക, കണ്ടന്റ് കട്ട് ഷോട്ട് ചെയ്യിക്കുക, ടൈം ഫ്രെയിമിൽ ഒതുക്കുക. ആൻഡ് ദാറ്റ് ആക്ച്വലി വർക്ക്ഡ്. അതുകൊണ്ട് ആദ്യമൊക്കെ 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ അവൾ വിടുമായിരുന്നു. ഔട്ട് ഓഫ് ദി 20 ക്വസ്റ്റ്യൻസ് 5-6 വിടുമ്പോൾ പിന്നെ വി ആർ നോട്ട് ഇൻ ദി ഗെയിം, എത്ര മാർക്ക് കിട്ടിയാലും കാര്യമില്ലല്ലോ. പക്ഷേ ഈ കണ്ടന്റ് നമ്മൾ ടൈം ഒപ്റ്റിമൈസ് ചെയ്ത് അറ്റ് ദി എൻഡ് പ്രോപ്പറായിട്ട് പുള്ളി ഫിനിഷ് ചെയ്തു. അപ്പോൾ അതാണ്. അപ്പോൾ അവൾക്ക് കണ്ടന്റ് ഉണ്ട്, പക്ഷെ ടൈം വാസ് എ പാരാമീറ്റർ ദേ. അതുപോലെ അതേ ബാച്ചിൽ തന്നെ എൻ്റെ മെന്റർഷിപ്പിൽ ഉണ്ടായിരുന്ന മറ്റൊരാളുണ്ട്, അരുൺ. അപ്പോൾ ആ ആൾക്ക് ഉള്ള പ്രശ്നം കണ്ടന്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്നാൽ റൈറ്റിംഗ് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ ഷോർട്ട് സ്പാനിലുള്ളൂ, 3 മാസമുള്ളൂ. അവൻ ആദ്യമായിട്ട് പ്രിലിംസ് എഴുതി വരികയാണ്. അപ്പോൾ ഈ 3 മാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അതായിരുന്നു കണ്ടീഷൻ. സോ അവിടെ നമ്മൾ വേറൊരു രീതിയിൽ അപ്രോച്ച് പോയത്, അവനെ നമുക്ക് കണ്ടന്റ് കൊടുക്കാൻ അല്ലെങ്കിൽ കണ്ടന്റ് എടുക്കാനുള്ള ടൈം ലിമിറ്റഡ് ആണ്. സോ ആ ടൈം ഫ്രെയിമിൽ ബെറ്റർ റിസൾട്ട്സ് ആണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ആ കണ്ടന്റിനെ എങ്ങനെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാം, അതുപോലെ അതിനെ എങ്ങനെ നന്നായിട്ട് എഴുതി ഫലിപ്പിക്കാം, വിസിബിലിറ്റി എങ്ങനെ കൂട്ടാം, ആ പാരാമീറ്റേഴ്സ് ഒക്കെയാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മെന്റീസിനും പ്രശ്നങ്ങൾ ഓരോന്നാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് നമ്മൾ സൊല്യൂഷൻ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവും, ഔട്ട്കം ഉണ്ടാവും. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗോവിന്ദിന്റെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഞാനൊരു മെന്റിയിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്ത്? ക്വാളിറ്റീസ്. അപ്പൊ അത് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മെന്റർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥതയുള്ള മെന്റീസിനെ ആയിരിക്കും. നമ്മളെക്കാൾ താല്പര്യം മെന്റീസിന് വേണം. അതായത് അവർക്കൊരു വർക്ക് കൊടുത്താൽ അവരത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്ന് അതിനെ ഫർദർ ബെറ്റർ ആക്കാനുള്ള ഇൻസൈറ്റ്സ് തേടി, തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്ത് അത് ശരിയാക്കി വന്ന് ആ ഒരു പ്രോസസ് ഇല്ലേ, അവരെ അതിൽ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് വരും, നമ്മളെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിക്കും. അങ്ങനെയുള്ള മെന്റീസ് ആണെങ്കിൽ ഉറപ്പായിട്ടും മെന്റേഴ്സ് താനേ അവരുടെ ഇഷ്ടത്തിന് അവരെ ഇഷ്ടപ്പെടും, മെന്റേഴ്സിന് ഇഷ്ടപ്പെടുക, അവർക്ക് വേണ്ടി എക്സ്ട്രാ വർക്ക് ഇടാൻ റെഡി. അങ്ങനെ ഒരാളുണ്ട്, അതാണ് റോജ. 108ാമത്തെ റാങ്ക് ആയിരുന്നു. അപ്പോൾ റോജ എന്ന് പറയുന്നത് നമുക്ക് ആദ്യമൊക്കെ വളരെ ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, നോർമൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നൊരു കാൻഡിഡേറ്റ്. എനിക്കൊന്ന് മലയാളികളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ആ ആള് ഹാർഡ് വർക്കിലൂടെയും നമ്മുടെ കൺസിസ്റ്റൻസിയിലൂടെയും സിവിൽ സർവീസ് ക്രാക്ക് ചെയ്ത ഇന്നിപ്പോൾ IFS ആണ്, ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഒരു ഓഫീസറാണ്. അപ്പോൾ ആ പുള്ളിക്കാരത്തിയുടെ ഒരു ക്വാളിറ്റിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മെന്റീസിൽ കാണാൻ. നമ്മൾ കൊടുക്കുന്ന ടാസ്ക് തീർത്ത് വരിക, ബെറ്റർ ആക്കാനുള്ള ശ്രമം നടത്തുക. ആ ഒരു ടൈമിൻ്റെ ടൈം ഇസ് സോ പ്രഷ്യസ് എന്നുള്ള ഒരു ബോധ്യമുണ്ടല്ലോ, അത് തിരിച്ചറിഞ്ഞ് വർക്ക് ചെയ്യുക. സോ അത് വളരെ ലിമിറ്റഡ് ടൈമിൽ വർക്ക് ചെയ്ത് റിസൾട്ട് വന്നൊരു വ്യക്തിയാണ്. ആൻഡ് ഷീ വാസ് ആക്ച്വലി ആളുടെ മെയിൻസിനെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയത് റൈറ്റിങ്ങിലായിരുന്നു. മെയിനായിട്ട് കണ്ടന്റ് നമ്മൾ കൊടുക്കുന്ന സാധനം പഠിക്കുന്നു, അവൾ എഴുതുന്നു, എഴുത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് പരിഹരിക്കുന്നു. അങ്ങനെ ഇറ്ററേഷൻസ് ഒത്തിരി എടുത്തു. അങ്ങനെ ഓരോന്നിനും അവൾ ഇറ്ററേഷൻസ് എടുത്ത് അവൾ അവസാന റിസൾട്ടിലേക്ക് വന്നു. ഇൻഫാക്ട് അവൾക്കും ഇൻ്റർവ്യൂവിനാണ് മാർക്ക് ഇച്ചിരി കുറഞ്ഞു പോയത്. മെയിൻസിന് അവൾക്ക് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ടോപ്പ് 10 റാങ്ക്സിനകത്തുള്ള മെയിൻസ് മാർക്ക് ആൾക്കുണ്ടായിരുന്നു എന്ന് എന്നാണ് എൻ്റെ ഓർമ്മ, 10 or 15. സോ ദാറ്റ് ഇസ് വൺ അനദർ എക്സ്പീരിയൻസ്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മീരയാണ്. മീര 160th റാങ്കാണ്. പുള്ളിയും ഇതുപോലെ തന്നെ മിടുക്കിയ. അപ്പോൾ ഓൾറെഡി ഷീ നോ ഹൗ ടു റൈറ്റ്. അപ്പം നമുക്ക് ചെറുതായിട്ടും സപ്പോർട്ട് ചെയ്താൽ
ആള് റിസൾട്ട് ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാൻഡിഡേറ്റ്. നീതി ആയോഗിൽ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ ഓൾറെഡി നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പം നമുക്ക് വർക്ക് ചെയ്യാനും വളരെ എളുപ്പമുള്ളൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ റിസൾട്ടുകളും നമുക്ക് സന്തോഷം തരുന്ന റിസൾട്ടുകൾ തന്നെയാണ്. അതിപ്പോൾ ആരായാലും. പിന്നെ കൺസിസ്റ്റൻസി 1, 2 അവരുടെ പാഷൻ ടുവേർഡ്സ് ദിസ് പർട്ടിക്കുലർ ലേണിംഗ്, അത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. സാർ ഇപ്പം ഡൽഹിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ 1/10 ഓഫ് ദ എഫേർട്സിന് അവിടെ അത്രയും അപ്രീസിയേഷൻ ഉണ്ട്. അപ്പം ശരിക്കും ഇനിയും അങ്ങോട്ട് പോകേണ്ട ഒരു നീഡുണ്ട്. ഡൽഹി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ ആരുടെ മനസ്സിലായാലും പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ആണെങ്കിലും ഉണ്ട്. അപ്പം ആ ഒരു എന്താ പറയുക സ്റ്റീരിയോടിപ്പിക്കൽ അപ്രോച്ച് ഇസ് ഇറ്റ് റിയലി നെസസറി നോ? ഡൽഹിയിൽ പോവുക എന്ന് പറയുന്ന പരിപാടി എനിക്ക് തോന്നുന്നു 3-4 വർഷം മുമ്പ് വരെ വലിയൊരു ഹൈറ്റ് സംഭവമായിരുന്നു. പാരന്റ്സ് അടക്കം പിള്ളേരെ അങ്ങോട്ട് വിടുന്നത് നല്ലതായിരിക്കും ചിന്തിച്ചിരുന്നൊരു കാലമുണ്ട്. ഇപ്പൊ അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ കാണാനായിട്ട് ആ ഒരു ട്രെൻഡ് ഇപ്പം അത്ര എവിഡന്റ് അല്ലല്ലോ. എന്നാൽ പോലും ഞാനിപ്പോൾ കാണുന്നൊരു കാര്യം, ഡൽഹിയിലെ സ്റ്റുഡൻസ് ഇവിടെ മെന്റർഷിപ്പിന് വേണ്ടി വരുന്നുണ്ട്. നമ്മുടെ ലെജൻഡറി തന്നെ ഇപ്പം ഡൽഹിയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ആന്ധ്രാപ്രദേശ്, ബീഹാർ എന്നൊക്കെ ഉള്ള പിള്ളേര് അവർക്ക് ട്രിവാൻഡ്രത്തേക്ക് വരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. മെന്റർഷിപ്പിന് വേണ്ടി ഇപ്പോൾ വരുന്നുണ്ട്. സോ എനിക്ക് മനസ്സിലായത് അവർ ആ മെന്റർഷിപ്പിന്റെ വാല്യൂ ഇപ്പൊ തിരിച്ചറിഞ്ഞ് തുടങ്ങി. ഹെൻസ് അതുകൊണ്ട് അവര് വരുന്നത് അങ്ങോട്ട്. സോ ഒബ്വിയസ്ലി നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും 2-3 കാരണങ്ങളുണ്ട് അതിന്. ഒന്ന്, കോസ്റ്റ്. നമ്മുടെ ഇവിടെ ഒരു അക്കാഡമിയിൽ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ടിന്റെ 2 or 3 times, ചിലപ്പോൾ 5 times ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും ജസ്റ്റ് ട്യൂഷൻ ഫീസ് മാത്രം ഡൽഹിയിലെ ഒരു അക്കാഡമിയിൽ. എന്നാൽ അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ അതില്ല താനും. അതിനുള്ള ഒരു കാര്യം നമുക്ക് അപ്രോച്ചബിൾ അല്ല, അധ്യാപകർ അപ്രോച്ചബിൾ അല്ല. ജസ്റ്റ് പോയി നോട്ട് എഴുതി പോകാന്നുള്ളതിനപ്പുറം ഒരു ലേണിംഗ് കർവ്, ഒരു ലേണിംഗ് ഒന്നും അവിടെ കിട്ടാനുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. 2, കോസ്റ്റ് ഓഫ് ലിവിങ്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നല്ല അധ്യാപകർ ഇപ്പോൾ ഉണ്ട് ട്രിവാൻഡ്രത്ത്. വളരെ കേപ്പബിൾ ആയിട്ടുള്ള അധ്യാപകരുണ്ട് ട്രിവാൻഡ്രത്ത്. ഈ എക്കോസിസ്റ്റം ധാരാളമാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്യേണ്ടത് ഒരു പാൻ ഇന്ത്യ അപ്രോച്ച് കിട്ടണമെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് നടക്കുന്ന സമയത്ത്, അതായത് ഇന്റർവ്യൂവിന് മുമ്പ്, ഇന്റർവ്യൂ ഗൈഡൻസിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഡൽഹിയിൽ പോയി 3-4 പാനൽസ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ അപ്രോച്ച് എന്താണെന്ന് കിട്ടും. ഇവിടെ മാത്രം കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നം, ഇവിടെ വരുന്ന ഒരു ഇന്റർവ്യൂ പാനൽസ് ഉണ്ടല്ലോ, അത് പലപ്പോഴും ഒരു സ്പെസിഫിക്, ഒരു റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പോകും. അങ്ങനെയൊക്കെ പോകുമ്പോഴേക്കും ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാം. അവിടുത്തെ പാനൽസിന്റെ വ്യത്യാസമുണ്ട്. ഇൻഫാക്ട് ഞാൻ ഇവിടുത്തെ പാനലിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ പാനൽസ് ഇരിക്കുമ്പോഴും നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അവിടുത്തെ പാനൽ ഇവിടുത്തെ പാനലിനുള്ള ഡിഫറൻസസ്, അതുകൊണ്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ പോകുന്നതിൽ തെറ്റില്ല. പക്ഷേ ബാക്കി മെയിൻസിനാണെങ്കിലും നമ്മുടെ പ്രിലിംസിനാണെങ്കിലും ഉള്ള പ്രിപ്പറേഷനിലൊന്നും അത് പോകേണ്ടത്. ഇൻഫാക്ട് അതൊരു അനാവശ്യമാണ്. അതിന്റെ ആവശ്യമില്ല. അതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ചിലപ്പോൾ വിത്ത് ദിസ് മച്ച് എക്സ്പീരിയൻസ് ഒബ്വിയസ്ലി കംസ് വിസ്ഡം ആൻഡ് നോളജ്. അപ്പം ഈ ഒരു നമ്മുടെ ഈ ലെജൻഡറി ഐഎസ് മെന്റർ അക്കാഡമിയിലെ സാർ സീനിയർ ഫാക്കൽറ്റികളാണ്. അപ്പം ഇവിടെ സാറിന് ബാക്കി ഫാക്കൽറ്റിയിൽ വെച്ച് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയും അല്ലെങ്കിൽ സാറിന് ഒരു ഫ്രീഡം കിട്ടുകയും അതുപോലെ തന്നെ സാറിന് ഒരു ക്രിയേറ്റീവ് കൺട്രോൾ പോലെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏതൊരു ഫാക്കൽറ്റിയോട് ചോദിച്ചാലും സെയിം കാര്യമായിരിക്കും അവരും പറയുക. ഇവിടുത്തെ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു ഗുരുകുലം പോലെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഗുരുകുലം എന്നുള്ളതിനപ്പുറം ഒരു കുറച്ചും കൂടി നമ്മുടെ സെക്കൻഡ് ഹോം പോലെയാണ് ഇവിടുത്തെ പഠനം പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനെ നമുക്ക് നന്നായിട്ട് അറിയാം. അതായത് അവരുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് അടക്കം നമ്മൾക്കറിയാം. അവരുടെ പ്രശ്നം എന്തായിരിക്കും, എന്ത് പറഞ്ഞാലാണ് അവർ ഡിപ്രസ്ഡ് ആവുക, എന്ത് പറഞ്ഞാലാണ് അവർ മോട്ടിവേറ്റഡ് ആവുക, ഇതൊക്കെ കൃത്യമായിട്ടും ഈ 1-to-1 സ്പെസിഫിക്കലി ഇവിടുത്തെ മെന്റേഴ്സിനെ അറിയാം. കാരണം ഒന്ന്, വി ഹാവ് കെപ്റ്റ് ദി നമ്പേഴ്സ് ലിമിറ്റഡ്. 2, അത്രമാത്രം ഇൻ ഡെപ്ത് കോൺവെർസേഷൻസ് നടത്തുന്നുണ്ട് മെന്റേഴ്സും മെന്റീസും തമ്മിൽ. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു കുട്ടിയുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് പറ്റില്ല. നമ്മൾ അവിടെ കൂടി ഇരുന്ന് ആദ്യം ആ മെന്റി ഓപ്പൺ അപ്പ് ആവണം. ആൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ നമ്മളൊരു സ്പേസ് കൊടുക്കണം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ സ്പേസ് കൊടുത്ത് കംഫർട്ടബിൾ ആക്കി പ്രശ്നങ്ങൾ കേട്ട്, ചുമ്മാ ഒരു സൊല്യൂഷൻ കൊടുത്താൽ പറ്റൂലല്ലോ. നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ ആ ആളുടെ ജീവിതത്തിൽ ശരിക്കും ഒരു മാറ്റം വരുത്തണ്ടേ? അതിനാണല്ലോ അയാൾ വരുന്നത്. അപ്പൊ അത്രയും ക്രൂഷ്യലായിട്ട് നമ്മളുടെ ആ ഒരു സംഗതി കാണണം. മെന്റർഷിപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ആത്മാർത്ഥതയോടെ ചെയ്യേണ്ട ഒരു വർക്കാണ്. നമുക്ക് 5 മിനിറ്റിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇരുന്ന് അവരുടെ പ്രശ്നം കേട്ട് സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ അത്രയും വാല്യുബിൾ ആയിട്ടായിരിക്കും എടുക്കുക. അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് വേണം. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും റെസ്പോൺസിബിലിറ്റി ആണ്. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞു വിടാതെ നമ്മൾ പറയുന്ന കാര്യം കൊണ്ട് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ആൾക്ക് കിട്ടണം.
അങ്ങനെയുള്ള ചിന്തയിലാണ് ഇവിടുത്തെ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് റിസൾട്ടിലേക്ക് അത് കൺവേർട്ട് ചെയ്യാറുണ്ട്. ആൻഡ് ദിസ് ഇസ് വൺ തിങ്. രണ്ടാമത്തെ ഒരു കാര്യം, ടൈം എന്നുള്ളൊരു പാരാമീറ്റർ ഇല്ല. Yeah. പിന്നെ ഇവിടുത്തെ മെന്റേഴ്സ് എല്ലാവരും തന്നെ ഒരു അവരുടെ ഒരു പാഷൻ ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ആൻഡ് ദേ എൻജോയ് ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ഇംപ്രൂവ്മെന്റ്സ് ദേ സീ ഇൻ ദെയർ കാൻഡിഡേറ്റ്സ്. സോ അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു ഫ്രീഡം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ചെയ്യാൻ. സാർ ഇപ്പൊ ഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം കമ്മിങ് ടു ട്രിവാൻഡ്രത്തിലും ഇപ്പം ഒരു വലിയൊരു എക്കോസിസ്റ്റം വളർന്നുകൊണ്ടിരിക്കുക സാർ പറയുന്നത്. അപ്പം ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഫോൾട്ട്സ്. അപ്പം ലെജൻഡറി ഏജ് മെന്ററിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിനെ എടുക്കുന്നതിൽ ഒരു ക്യാപ്പിംഗ് ഉണ്ട്. അതുപോലെ തന്നെ മെന്ററിന്റെ അപ്രോച്ച് ഇറ്റ്സ് നോട്ട് ടൈം ബൗണ്ട്, റൈറ്റ്? ഒരു 10 മിനിറ്റിന്റെ സെഷൻസ് അല്ല ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വെറൈറ്റി അപ്രോച്ച് എന്തുകൊണ്ടാണ് സാർ ഇവിടെ ചെയ്യുന്നത്? വെറൈറ്റി അല്ല, അത് ആക്ച്വലി എന്താന്ന് വെച്ചാല് നമുക്ക് ഇപ്പൊ പറഞ്ഞില്ലേ ടൈം എന്നുള്ളൊരു പാരാമീറ്റർ ഉണ്ടല്ലോ. ഒരു സ്റ്റുഡന്റ് അയാൾ രക്ഷപ്പെടണമെങ്കിൽ ആ മെന്റർ എന്തുമാത്രം വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ മെന്റേഴ്സിനെ കിട്ടണം. ഇനി ഒത്തിരി സ്റ്റുഡൻസിനെ എടുത്താൽ നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ല, അതൊരു ഫാക്റ്റാണ്. അപ്പൊ നമ്മുടെ ഒരു മെന്റർ എപ്പോഴാണ് നല്ലൊരു മെന്റർ ആവുന്നത്? അയാൾക്ക് ഗോവിന്ദൻ എന്താ തോന്നുന്നത്? പ്രോപ്പർ ആയിട്ട് കുട്ടികളുടെ കാര്യം ഡീൽ ചെയ്യുന്നു, എല്ലാ ആസ്പെക്ട്സിലും ഹോളിസ്റ്റിക് ആയിട്ട് കുട്ടിയെ കവർ ചെയ്യുന്നു. ഓക്കെ, അതൊക്കെ ഉണ്ടെങ്കിലും ഒരു മെന്റർ ഒരു ഇന്റർവ്യൂ പോകുന്നുണ്ടോ, ഒരു മെയിൻസ് എഴുതുന്നുണ്ടോ, ഒരു നല്ലൊരു മെന്റർ ആവില്ല. ഇനി ഒരു മെന്റർ എപ്പോഴാണ് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ റൂട്ടിലൂടെ അയാൾ സ്വയം സഞ്ചരിച്ചാൽ അയാൾക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ അറിയാം, ഇതെന്ത് ചെയ്താൽ ശരിയാകുന്ന സ്വന്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അയാളുടെ ഒരു പാഷൻ ആൻഡ് ആത്മാർത്ഥതയാണ്. ആ ഒരു കുട്ടിയിലേക്ക് എന്തുമാത്രം ആത്മാർത്ഥമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നു. ഒരു പ്രൊഫഷൻ എന്നതിനപ്പുറം അതിനെ ഒരു സംതിങ് വിച്ച് ഇസ് ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ജേർണി എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുന്ന ഒരാളാവണം മെന്റർ. എന്നാലേ അതിൽ സന്തോഷം കിട്ടുന്ന ഒരാൾക്ക് മാത്രമേ ആ മെന്റർഷിപ്പിന്റെ ഒരു ട്രൂ സെൻസിൽ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഞാൻ നോക്കുമ്പോൾ നമുക്കുള്ള മെന്റേഴ്സ് അങ്ങനത്തെ മെന്റേഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഇവിടെ വരുന്ന പല ആൾക്കാരും നമുക്ക് മെന്ററായിട്ട് എടുക്കാനും പറ്റാറില്ല. നമ്മൾ നോക്കുമ്പോൾ ഇന്റർവ്യൂ പോയിട്ടുള്ള ആളാവും, പക്ഷെ നമുക്ക് അതുകൊണ്ടൊരു മെന്ററാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന്റെ ഒരു പ്രശ്നം അതുകൊണ്ട്. അപ്പോൾ നമുക്ക് മെന്റേഴ്സിന്റെ നമ്പർ ലിമിറ്റഡ് ആയിട്ടേ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഓരോ മെന്റർക്കും എടുക്കാൻ പറ്റുന്ന കുട്ടികളുടെ എണ്ണവും ലിമിറ്റഡ് ആവണമല്ലോ. അപ്പോൾ നമുക്ക് നിവൃത്തിയില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ അവർ തീരുമാനിച്ചൊരു കാര്യമാണ്, ഇത്രയും മെന്റേഴ്സിൽ ഇത്രയും സ്റ്റുഡൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കുട്ടികളോടൊപ്പം ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ അത് ബാലൻസ് ആയി പോകാനായിട്ടാണ് ആ ക്യാപ്പ് വെച്ചിരിക്കുന്നത്. നമുക്ക് നല്ല മെന്റേഴ്സിനെ കിട്ടുകയാണെങ്കിൽ നമ്പർ കൂട്ടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ഡിഫിക്കൽട്ടി ആണ് അതിൻ്റെ മെയിൻ കാര്യം. ആൻഡ് കുറച്ചായിട്ട് കീപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും നമുക്ക് പറ്റും. നമുക്കപ്പോൾ അത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അങ്ങനെ സോ അപ്പം ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. പ്ലസ് കുറെ സ്റ്റോറീസ് ആണ്, ഇന്റർവ്യൂ പോയ കാര്യങ്ങളും പാനലിനെ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളും കുറെ കാര്യങ്ങൾ എനിക്ക് മാത്രമല്ല ഇത് കാണുന്ന ആസ്പിറൻസിന് പലർക്കും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിക്കാണും. അപ്പം ഇനിയും നമുക്ക് ഇതുപോലത്തെ സെഷൻ ചെയ്യണം അല്ലേ സാർ? ചെയ്യാം. ഓക്കെ സാർ, അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.